പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ സയൻസ് ചാപ്റ്റർ 14 ആണ്. ഇതിനു മുൻപുള്ള 13 ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. കാണാത്തവർ ആ വീഡിയോസ് കാണുക. ഇന്ന് നാം പറയാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് വാട്ടർ. ജലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി, വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓൺ അവർ എർത്ത് ആൻഡ് വിതൗട്ട് വാട്ടർ ലൈഫ് ആസ് വി നോ ഇറ്റ് വുഡ് കം സീസ് ടു എക്സിസ്റ്റ്. നമുക്കറിയാം, ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ പ്രധാനമായ ഒരു കാരണമാണ് ജലം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജലം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജീവൻ അസാധ്യമായിരിക്കും. While Earth has an abundant reservoir of water covering 3/4 of its surface, fresh water is mere 2.6% of the total water. ഭൂമിയുടെ 4/3 ഭാഗവും, അതായത് ഏകദേശം 72% സമുദ്രജലം അല്ലെങ്കിൽ മറ്റു ജലസ്രോതസ്സുകളാണ് ചുറ്റപ്പെട്ടു കിടക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് വെറും 2.6% മാത്രമാണ്. അപ്പോൾ ഭൂമിയിൽ 3/4 ഭാഗത്തോളം വെള്ളമുണ്ടെങ്കിലും അതിൽ ഫ്രഷ് വാട്ടർ കണ്ടന്റ് എത്രമാത്രമാണ്? 2.6% മാത്രമാണ്. അവർ ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് 70% ഓഫ് വാട്ടർ. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലും 70%-ലധികം ജലത്തിൻ്റെ അംശം കാണപ്പെടുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. എ ലോട്ട് ഓഫ് എക്സ്പേർട്സ് പ്രെഡിക്റ്റ് ദാറ്റ് ദ നെക്സ്റ്റ് വേൾഡ് വാർ വിൽ ബി ഫോട്ട് ഓവർ വാട്ടർ. ഇനി ജലം ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നു. മലിനീകരണങ്ങൾ നേരിടുന്നു, വരൾച്ച പോലുള്ള മറ്റു കാര്യങ്ങൾ വരുന്നു. അതിനാൽ തന്നെ ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അടുത്തത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. അപ്പോൾ ഭൂമിയുടെ ഏകദേശം 3/4 ഭാഗം അല്ലെങ്കിൽ 72-73% ജലത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നുണ്ടോ എങ്കിലും നമുക്ക് അതിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ അളവ് 2.6% മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ 70%-ഓളവും ജലം കാണപ്പെടുന്നു. വേർ ഡസ് വാട്ടർ കംസ് ഫ്രം? നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം ലഭിക്കുന്നത് എന്ന് നോക്കാം. പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഹാവ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ദ വാട്ടർ ദാറ്റ് ദേ യൂസ്. ഓരോ തരത്തിലുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കും ജലം ലഭിക്കുന്നത് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നായിരിക്കും. വൈൽ സം ഡ്രോ ഇറ്റ് ഫ്രം ദ വെൽസ്, ponds and lakes directly, others, like many of us, receives water through taps via network of pipes connected to these lakes, ponds and rivers. അതായത് വില്ലേജ് ഏരിയകളിൽ പ്രധാനമായും ജലത്തെ ആശ്രയിക്കുന്നത് കിണറുകൾ, കുളങ്ങൾ അല്ലെങ്കിൽ തടാകങ്ങൾ എന്നിവയൊക്കെയാണെങ്കിലും നഗരഭാഗങ്ങളിൽ, സിറ്റി ടൗൺ ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾ പൈപ്പ് ലൈൻ കണക്ഷനെയാണ് ആശ്രയിക്കുന്നത്. ഈ പൈപ്പ് ലൈൻ കണക്ഷൻ വരുന്നത് പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വാട്ടർ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നതാണ് ഭൂമിയിൽ ജലത്തിൻ്റെ അളവിനെ നിയന്ത്രിച്ചു നിർത്തുന്നത്, കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഇവാപ്പറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇവാപ്പറേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു ഇറ്റ്സ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് വാട്ടർ എന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പദാർത്ഥം അതിൻ്റെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആകുന്ന ആ പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വേപ്പേഴ്സ് ഈസ് നോൺ ആസ് ഇവാപ്പറേഷൻ. വേപ്പറായി മാറുന്നു. ദെൻ കണ്ടൻസേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വേപ്പേഴ്സ് ഇൻ ടു വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ് കണ്ടൻസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടൻസേഷൻ. അവിടെ പറഞ്ഞത്, ഇവാപ്പറേഷനിൽ പറഞ്ഞത് വാട്ടർ എന്തായി മാറുന്നു? അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതായത് വേപ്പറായി മാറുന്നു. എന്നാൽ കണ്ടൻസേഷനിൽ വാട്ടർ വേപ്പേഴ്സ് എഗെയിൻ വാട്ടറിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. Water cycle can be defined as the process through this water gets evaporated from open surfaces like ocean
and seas gets condensated as it rises in the cool atmosphere and ultimately pours down as rain അല്ലെങ്കിൽ precipitation back into ocean, lakes, rivers and ponds. അപ്പോൾ എങ്ങനെയാണ് ഈ വാട്ടർ സൈക്കിൾ ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ എന്നീ പ്രോസസ്സുകളിലൂടെ നടക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഓഷ്യനിലും ലേക്കിലും റിവറിലുമുള്ള ജലം എല്ലാം സൺലൈറ്റ് അടിച്ച് ഹീറ്റായി ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. പിന്നീട് മുകളിൽ ചെല്ലുമ്പോൾ അവ കൂളായി കണ്ടൻസ് ചെയ്ത് എഗെയിൻ വാട്ടർ വേപ്പേഴ്സ്, റെയിൻ അല്ലെങ്കിൽ മറ്റു പ്രസിപ്പിറ്റേഷൻസ്, ഫോം, ഹെയിൽ സ്റ്റോം രൂപത്തിൽ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ദെൻ എഗെയിൻ ഇവോപ്പറേഷൻ, എഗെയിൻ കണ്ടൻസേഷൻ. ഇതൊരു സൈക്ലിക് പ്രോസസ്സായി കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെയാണ് വാട്ടർ സൈക്കിൾ സാധ്യമാകുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് ഭാഗത്ത് ആ പുഴകളിൽ നിന്നുള്ള അല്ലെങ്കിൽ സമുദ്രഭാഗം, തടാകങ്ങളിൽ നിന്നുള്ള ജലം സൂര്യപ്രകാശം അടിച്ചിട്ട് ഇവോപ്പറേറ്റായി മുകളിലേക്ക് പോകുന്നു. ആ മുകളിലേക്ക് പോകുന്ന എയർ അവിടെ ചെല്ലുമ്പോൾ കൂളാവുകയും കണ്ടൻസ് ആവുകയും ക്ലൗഡ് ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഈ ക്ലൗഡ്സ് എല്ലാം പ്രസിപ്പിറ്റേഷനായി ആസ് ഇൻ ദ ഫോംസ് ഓഫ് റെയിൻ, ഹെയിൽ സ്റ്റോം, സ്നോ എന്നിവയായി താഴേക്ക് വീണ്ടും പതിക്കുന്നു. ദെൻ എഗൈൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ദെൻ അതിൻ്റെ തന്നെ മറ്റൊരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാട്ടർ സൈക്കിൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം ഇവോപ്പറേഷൻ, ദെൻ കണ്ടൻസേഷൻ, ക്ലൗഡ് ഫോർമേഷൻ, ദെൻ പ്രസിപ്പിറ്റേഷൻ. താഴേക്ക് എഗൈൻ റിവറിലും ലേക്കിലും പോണ്ടിലുമൊക്കെ ജലമെത്തുന്നു. എഗെയിൻ സൺലൈറ്റ് അടിക്കുമ്പോൾ എഗെയിൻ ഇവോപ്പറേഷൻ, ദെൻ എഗെയിൻ കണ്ടൻസേഷൻ. ഇങ്ങനെയാണ് എർത്തിൽ വാട്ടർ സൈക്കിൾ പോസിബിൾ ആകുന്നത്. വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ട്രാൻസ്പിരേഷൻ എന്ന് നോക്കാം. നമ്മൾ മുമ്പ് സയൻസ് ക്ലാസ്സുകളിലേക്ക് പഠിച്ചിട്ടുണ്ടാകും മുൻപത്തെ ചാപ്റ്റേഴ്സിൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. The process of evaporation of water from the surface of the leaves into the atmosphere is defined as the process of transpiration. അപ്പോൾ സസ്യങ്ങളിലെ, പ്ലാന്റ്സിലെ ഇലകളിൽ നിന്നും വാട്ടർ ഇവോപ്പറേറ്റ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പിരേഷനും എന്ത് പ്രോസസ്സ് തന്നെയാണ്? ഇവോപ്പറേഷൻ പ്രോസസ്സാണ്. എന്നാൽ എവിടെ നിന്നാണ് ഇവോപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? ഇലകളിൽ നിന്ന്, പ്ലാന്റ്സിൻ്റെ ഇലകളിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് മാനർ പ്ലാന്റ്സ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദി വാട്ടർ സൈക്കിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടർ സൈക്കിളിലും പ്ലാന്റ്സ് അതിൻ്റെതായ കോൺട്രിബ്യൂഷൻ ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് വാട്ടർ സൈക്കിൾ ദാറ്റ് വി ആർ ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് ഓഷ്യൻ വാട്ടർ. ഇനി നാം പറഞ്ഞ ഈ വാട്ടർ സൈക്കിൾ എന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഓഷ്യൻ വാട്ടർ എല്ലാം യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്നത്. ഓഷ്യൻ വാട്ടർ ഈസ് സലൈൻ ഇൻ നേച്ചർ ആൻഡ് ഹെൻസ് കനോട്ട് ബി യൂസ്ഡ് ഡയറക്റ്റ്ലി. നമുക്കറിയാം സമുദ്രജലത്തിൽ ഉപ്പ് രസം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും, കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും അവ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ വാട്ടർ സൈക്കിൾ മുഖേനയാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വെൻ ഇറ്റ് ഗെറ്റ്സ് ഇവോപ്പറേറ്റഡ് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് ദ സോൾട്ട് ആൻഡ് ഫോംസ് ക്ലൗഡ്. അപ്പോൾ ഇവോപ്പറേഷൻ്റെ സമയത്ത് ഈ ഓഷ്യനിൽ നിന്നുള്ള വാട്ടർ മാത്രമാണ് ഇവോപ്പറേറ്റ് ആയി പോകുന്നത്. അതിലുള്ള സോൾട്ട് കണ്ടന്റ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാട്ടർ സൈക്കിളിലൂടെ നമുക്ക് എന്തും യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്നുണ്ട്. ഓഷ്യൻ വാട്ടറും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ആസ് ദ വാം എയർ ഫ്രം ദി സർഫസസ് റൈസ് ഇൻ ടു ദ കോൾഡ് എയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, saturation and condensation occur to form tiny droplets of water which results in cloud formation. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ഈ വാട്ടർ ബോഡീസിന്റെ സർഫസിൽ നിന്നും ഇവോപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വാട്ടർ മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ ചെന്ന് കോൾഡ് ആവുകയും ദെൻ കണ്ടൻസേഷൻ എന്ന പ്രോസസ്സ് നടക്കുകയും ക്ലൗഡ് ഫോർമേഷൻ നടക്കുകയും ദെൻ അതൊരു പ്രസിപ്പിറ്റേഷനായി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. These clouds then leads to rainfall and snow which is deposited in lakes, wells and ponds is then used by us to satisfy our needs. അങ്ങനെ പ്രസിപ്പിറ്റേഷനായി താഴേക്ക് വീഴുന്നു. ഏതെല്ലാം ഫോംസിലാണ്? പ്രധാനമായിട്ടും റെയിൻഫോൾ, സ്നോ എന്നിവ. ദെൻ ഇതെല്ലാം, ഈ വാട്ടർ എല്ലാം ലേക്സിലും കിണറുകളിലും പോൺസിലും, അതായത് കുളങ്ങളിലുമെല്ലാം
ശേഖരിക്കപ്പെടുകയും നമ്മുടെ ഉപയോഗങ്ങൾക്കായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നു. എ പാർട്ട് ഓഫ് ദിസ് റെയിൻ വാട്ടർ ഗെറ്റ്സ് അബ്സോർബ്ഡ് ബൈ ദ സോയിൽ. സം ഓഫ് ഇറ്റ് ഗെറ്റ്സ് ഇവോപ്പറേറ്റഡ് വൈൽ ദ റെസ്റ്റ് സീപ്സ് ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ബിക്കംസ് അനദർ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ us ഇൻ ദി ഫോം ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇങ്ങനെ മഴയായി പെയ്യുന്ന എല്ലാ ജലവും പുഴകളിലേക്കോ തടാകങ്ങളിലേക്കോ കായലുകളിലേക്കോ ഒഴുകിപ്പോകുന്നില്ല. അതിൽ ചില ഭാഗം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും അത് പുതിയൊരു വാട്ടർ സോഴ്സായി മാറുകയും ചെയ്യുന്നു. അതാണ് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമുക്ക് വെള്ളം ലഭിക്കുന്നത് ഈ ഗ്രൗണ്ട് വാട്ടർ സോഴ്സിൽ നിന്നാണ്. ഹാൻഡ് പമ്പ്സ്, വെൽസ് ആൻഡ് ഈവൻ ലേക്സ് ഡ്രോ വാട്ടർ ഫ്രം ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് പമ്പ്സ്, വെൽസ് എന്നിവയിലെല്ലാം നമുക്ക് ജലം ലഭിക്കുന്നത് ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ്. അങ്ങനെ ദ വാട്ടർ സൈക്കിൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എഗെയിൻ ഈ വാട്ടർ ഇവോപ്പറേറ്റ് ആകുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു, താഴേക്ക് പ്രസിപ്പിറ്റേഷനായി വീഴുന്നു. അങ്ങനെയാണ് എർത്തിൽ വാട്ടർ സൈക്കിൾ എന്ന പ്രോസസ് നടക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോർഷൻ ആണിത്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് എക്സസ് വൈസ് ഡെഫിഷ്യൻ്റ് റെയിൻഫോൾ. മഴ കൂടിയാൽ എന്ത് സംഭവിക്കും, മഴ ആവശ്യമായ അളവിൽ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാം ഒന്ന് വായിക്കാം. Intensity and duration of rain vary in different regions across the country. നമ്മുടെ രാജ്യത്ത് ഓരോ ഭാഗത്തും മഴ പെയ്യുന്ന അളവിലും കാലയളവിലും വ്യത്യാസമുണ്ടാകും. While rainfall is very important for irrigation and continuous availability of water, excess rainfall can pose a number of problems. അപ്പോൾ നമുക്കറിയാം ഇറിഗേഷനും നമ്മുടെ ഡെയിലി യൂസിനും റെയിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണെങ്കിലും മഴയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഡ്യൂ ടു ദി എക്സസ് റെയിൻഫോൾ ദ വാട്ടർ ലെവൽ ഓഫ് റിവേഴ്സ് ആൻഡ് ഓഷ്യൻ റൈസസ് വിച്ച് ക്യാൻ പൊട്ടൻഷ്യലി സ്പ്രെഡ് ആൻഡ് സബ്മേർജ് നിയർ സിറ്റീസ് ആൻഡ് വില്ലേജസ് വിച്ച് പോസസ് എ ഗ്രേവ് ഡേഞ്ചർ ടു ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലുണ്ടായ ഫ്ലഡ് തന്നെ എന്താണ്, നമുക്ക് സാധാരണയായി കിട്ടുന്ന മഴയുടെ അളവിലും കൂടുതൽ മഴ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫ്ലഡ് എന്ന കണ്ടീഷൻ ഉണ്ടായത്. അപ്പോൾ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി, ടൗൺ എന്നിവയുടെയും അല്ലെങ്കിൽ റിവേഴ്സിൻ്റെ ബാങ്ക്സിലുള്ള ഭാഗങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാവുകയും നമ്മുടെ ജീവനും സ്വത്തിനും അത് ഭീഷണിയാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ, എക്സസ് റെയിൻഫോൾ ലഭിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിയാണ് ഫ്ലഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോയവരാണ്. അപ്പോൾ എക്സസ് റെയിൻഫോൾ ആണ് ഫ്ലഡിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മഴ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സിമിലർലി ഡെഫിഷ്യൻ്റ് റെയിൻഫോൾ ക്യാൻ ഓൾസോ പ്രൂവ് ടു ബി ലൈഫ് ത്രെറ്റനിങ്. നമുക്ക് മഴ അല്ലെങ്കിൽ മഴവെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ മഴവെള്ളം നമുക്ക് സാധാരണയായി കിട്ടുന്ന അളവിൽ നിന്നും വളരെ കുറവാണ് ലഭിച്ചതെന്തെങ്കിലും നമ്മുടെ ജീവനെയും നമ്മുടെ ജീവിത രീതികളെയും അത് ബാധിക്കാം. എ ലോട്ട് ഓഫ് ഫാർമേഴ്സ് ഇൻ ഇന്ത്യ കണ്ടിന്യൂ ടു ഡിപ്പെൻഡ് ഓൺ റെയിൻഫോൾ ടു ഇറിഗേറ്റ് ദെയർ ഫീൽഡ്സ്. അപ്പോൾ കൃഷിക്കാരെല്ലാം മഴയെ ആശ്രയിച്ചാണ് കൃഷി ഇറക്കുന്നത്, ജലസേചനം നടത്തുന്നത് ഈ കൃഷിക്ക് വേണ്ടിയുള്ള. അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ മഴ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ കൃഷിയെല്ലാം നശിച്ചു പോകും, അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോക്കിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. ഇൻ കേസ് ഓഫ് ഡെഫിഷ്യൻ്റ് റെയിൻ, സോയിൽ ആൻഡ് വെൽ സ്റ്റിൽ കണ്ടിന്യൂ ടു ലോസ് വാട്ടർ ത്രൂ ട്രാൻസ്പിരേഷൻ ആൻഡ് ഇവോപ്പറേഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഡസൻറ്റ് റെയിൻ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, fields can dry up because even the groundwater does not get replenished. അപ്പോൾ നേരത്തെ വാട്ടർ സൈക്കിളിൽ പറഞ്ഞ ഇവോപ്പറേഷൻ പ്രോസസ്സ് എല്ലാം നടക്കും, എന്നാൽ അത് കണ്ടൻസേഷനായി ദെൻ പ്രസിപ്പിറ്റേഷനായി താഴേക്ക് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ അടക്കമുള്ള വാട്ടർ സോഴ്സസ്, ലേക്ക്, റിവർ, ഓഷ്യൻ എന്നിവയെല്ലാം വാട്ടർ കണ്ടൻറ്റ് കുറയുകയും അത് ഫാർമേഴ്സിനെയും മറ്റു ജനങ്ങളെയും എല്ലാം സാരമായി ബാധിക്കുകയും ചെയ്യും. ജലം അത്യാവശ്യമായ ഘടകങ്ങളാണ്, നമുക്കത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വരൾച്ച, അതിനെയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിഷ്യൻ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ റെയിൻഫോൾ എന്തിനെയാണ് കാരണമാകുന്നത്, ഡ്രോട്ടിനാണ് കാരണമാകുന്നത്.
ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ എക്സസ് റെയിൻഫോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഫ്ലഡ് എന്ന നാച്ചുറൽ കലാമിറ്റി, അതുപോലെ തന്നെ ഈ ഡ്രോട്ട് എന്നതും ഒരു നാച്ചുറൽ കലാമിറ്റിയാണ്, വരൾച്ച എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഡെഫിഷ്യൻ്റായ നമുക്ക് അത്യാവശ്യമായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ജലം മഴയിലൂടെയോ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു അവസ്ഥയാണ് വരൾച്ച, ഡ്രോട്ട് എന്ന് പറയുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഡ്രോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ജലസ്രോതസ്സായിരുന്നു, എന്നാൽ വരൾച്ച മൂലം ഇവ വറ്റിപ്പോവുകയാണ് ചെയ്തത്. വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് കൺസർവേഷൻ ഓഫ് വാട്ടർ. നാം ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും മനസ്സിലായി ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, ഒരു ഫാക്ടറാണ്. ജലം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ അപകടമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഈ വാട്ടർ കൺസേർവ് ചെയ്യേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള കുറച്ച് ടിപ്സ്, ഡെയിലി ലൈഫ് ടിപ്സ് ആണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം. Use a water efficient flush toilet. Find and repair leaks as early as possible. Take a quick shower. Convert to water and energy saving faucets. Avoid wasting running water as possible. Use an energy efficient washing machine. Water plants during the coolest part of the day. Clean driveways and sidewalks with a broom instead of a hose. അപ്പോൾ ജലം നമ്മൾ അമിതമായി പാഴാക്കരുത്, ജലത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, നമ്മൾ മഴവെള്ളം ശേഖരിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഡസ് നോട്ട് ഓൾവേസ് ഫോൾ ഓൺ സോയിൽ ഓർ വാട്ടർ സോഴ്സസ്. ഇൻ ഫാക്ട് മച്ച് ഓഫ് ഇറ്റ് falls on rooftops of houses and concrete roads and thus does not become a part of groundwater. നമുക്കറിയാം മഴ പെയ്യുമ്പോൾ എപ്പോഴും അവ മണ്ണിലേക്കോ വാട്ടർ സോഴ്സസിലേക്കോ അല്ല ഡയറക്റ്റ് വീഴുന്നത്. മിക്കവാറും നമ്മുടെ വീടുകളുടെ ഹൗസ് ടോപ്പിലേക്കും കോൺക്രീറ്റ് റോഡുകളുടെ മുകളിലേക്കും ഒക്കെ ആയിരിക്കും. അതിനാൽ തന്നെ ഇങ്ങനെ പെയ്യുന്ന മഴ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമായി മാറുന്നില്ല. ഹെൻസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഹാസ് ബീൻ ഡിവൈസ്ഡ് ടു ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ so that it can be stored for future use. അതിനാൽ തന്നെ ഇത്തരത്തിൽ വീഴുന്ന മഴവെള്ളം ശേഖരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന റെയിൻ വാട്ടറും നമുക്ക് വളരെ യൂസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. In this method, rainwater that falls on rooftops is allowed to pass in a storage tank through pipes. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡിൽ നമ്മൾ നമ്മുടെ റൂഫ് ടോപ്പിലെല്ലാം വീഴുന്ന റെയിൻ വാട്ടർ ഒരു പൈപ്പ് വഴി ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദിസ് വാട്ടർ മൈറ്റ് ബി ഡേർട്ടി ആൻഡ് ഹെൻസ് നോട്ട് ഫിറ്റ് ഫോർ ഡയറക്റ്റ് യൂസ്. അങ്ങനെ എന്നാൽ ഇത്തരത്തിൽ വീഴുന്ന ജലം ചിലപ്പോൾ ഡേർട്ടി ആയിരിക്കും, നമ്മളുടെ വീടിൻ്റെ റൂഫ് ടോപ്പിൽ വന്ന് വീണ് നമ്മൾ ശേഖരിക്കുന്നതാണ്. അതിനാൽ തന്നെ അഴുക്ക് നിറഞ്ഞിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഇവ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ ഇവ ആദ്യം ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഹെൻസ് ഇറ്റ് ക്യാൻ ബി അലൗഡ് ടു സീപ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്സ് ഓഫ് പൈപ്പ്. ഒന്നില്ലെങ്കിൽ ഇവ നമ്മൾ പൈപ്പ് വഴി ഡയറക്റ്റ് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഴ റൂഫ് ടോപ്പിൽ വന്ന് വീഴുന്നു, ഒരു പൈപ്പ് വഴി നമ്മളൊരു മണ്ണിൻ്റെ അടിയിൽ ഒരു ടാങ്ക് വെച്ചിരിക്കുന്നു, അതിലേക്ക് കളക്ട് ചെയ്യുന്നു, പിന്നീട് അവിടെ നിന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ എല്ലാം ഇറിഗേഷന് ഉപയോഗിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ റെയിൻ വാട്ടർ, നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുള്ള റെയിൻ വാട്ടർ കൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിപ്പോയി, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്, പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം where does water come from, നമുക്ക് ഏതെല്ലാം സോഴ്സസിൽ നിന്നാണ് വാട്ടർ ലഭിക്കുന്നത്, സിറ്റി ഏരിയയിൽ, ദെൻ വില്ലേജ് ഏരിയയിൽ, അതിനെല്ലാം വ്യത്യാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വാട്ടർ സൈക്കിൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓൺ ദിസ് ചാപ്റ്റർ. അതിലാണ് നമ്മൾ ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, ട്രാൻസ്പിരേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ പഠിച്ചത്. ദെൻ
പ്രസിപ്പിറ്റേഷനായി അവ താഴേക്ക് വീഴുന്നു. ദെൻ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞത്. ദെൻ എക്സസ് ആൻഡ് ഡെഫിഷ്യൻ്റ് റെയിൻഫോൾ. എക്സസ് റെയിൻഫോൾ ആണ് ഫ്ലഡിനും ഡെഫിഷ്യൻ്റ് റെയിൻഫോൾ ആണ് ഡ്രോട്ടിനും കാരണമാകുന്നതെന്നും നമ്മൾ പഠിച്ചു. ദെൻ കൺസർവേഷൻ ഓഫ് വാട്ടർ. വാട്ടർ കൺസേർവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ പഠിച്ചു. കുറച്ച് ഡെയിലി ലൈഫ് ടിപ്സ് നമ്മൾ പഠിക്കുകയും ചെയ്തു. ദെൻ അവസാനമായി പഠിച്ചതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക്